Hey dear anime friends, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് 15 പവർഫുൾ ക്യാരക്ടേഴ്സ് ഇൻ ദ എൽബ ഫർക്ക് എന്ന ടോപ്പിക്കാണ്. ഇതിന് മുൻപ് എൽബ ഫാർക്കിനെ കുറിച്ചും എൽബ ഫാർക്കിലെ മെയിൻ ക്യാരക്ടറുകളായ ലോക്കിയെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ടൈം ഉള്ളപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ എൽബ ഫാർക്കിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ ആയ ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ഈ ഒരു വീഡിയോ കുറിച്ച് നോക്കിയാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് റാങ്കിംഗ് വീഡിയോ. ആൻഡ് ഇത് മാങ്ക അടിസ്ഥാനത്തിലും ഈ ക്യാരക്ടേഴ്സിന്റെ പവേഴ്സ് ബേസിലും ക്രിയേറ്റ് ആക്കിയ ഒരു റാങ്കിംഗ് ആണ്. ഇതിൽ ഞാൻ എന്തെങ്കിലും ക്യാരക്ടറിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് കമന്റ് സെക്ഷനിൽ പറയുക. ഇതേപോലെ നിങ്ങൾക്ക് ഒരു റാങ്കിംഗ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞേക്കുക. നമ്മുടെ ആനിമെ കമ്മ്യൂണിറ്റിയിലെ ഡിസ്കഷൻസും തിയറീസുമാണ് ഇതേപോലെ വീഡിയോസിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അതേപോലെ വീഡിയോ ഫുൾ ആയി കാണുക. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ടും കാണണം. ആൻഡ് ഇതുപോലെ ആനിമെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇനിയും വീഡിയോ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അധികം ടൈം കളയാതെ കണ്ടന്റിലോട്ട് വെക്കാം. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. പതിനഞ്ചാം സ്ഥാനത്തുള്ളത് റോഡ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. എൽബ ഐലൻഡിലെ ഒരു ജയന്റ് ആണ് ഇങ്ങേര്. ഓൾസോ നാവിഗേറ്റർ ആൻഡ് അതേപോലെ ഒരു ഫോർമർ പൈററ്റ് മേസണറിയും നമ്മുടെ ബഗ്ഗിയായിട്ട് ലിങ്ക് ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. 63 വയസ്സാണ് റോഡിന്റെ പ്രായം എന്നത്. യെസ്, നമ്മുടെ ലോക്കിയുടെ അതേ പ്രായം തന്നെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജയൻസിനെ സംബന്ധിച്ചിടത്തോളം 63 വയസ്സ് എന്നുള്ളത് വളരെ യങ് ഏജ് ആണ് എന്ന്. ആൻഡ് ഈ ഒരു ക്യാരക്ടറിന്റെ ഐഡൽ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ നാമി തന്നെയാണ്. ഈ റോഡ് എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ പവർഫുൾ ആയ വ്യക്തിയുമല്ല, അതേപോലെ പവർ കുറഞ്ഞ വ്യക്തിയുമല്ല. രണ്ടിന്റെ ഇടയ്ക്ക് ഒരു മിഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ജയന്റ് വളരെയധികം ഫിസിക്കൽ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ ജയന്റിക് ആയിട്ടുള്ള ഒരു കറ്റാന യൂസ് ചെയ്യുന്ന ഒരു വെപ്പൺ മാസ്റ്റർ കൂടെയാണ് ഇങ്ങേര്. ഈ ഒരു വെപ്പൺ ഉപയോഗിച്ച് മാസീവ് ആയിട്ടുള്ള ഫ്ലൈയിങ് സ്ലാഷസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ആൻഡ് നമ്മുടെ സോറോയും സാഞ്ചിയുമായിട്ട് ഈ റോഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഐ മീൻ ഒരു ക്ലാഷ് തന്നെ നടക്കുന്നുണ്ട്. വലിയ ക്ലാഷ് ഒന്നുമല്ല, വളരെ ചെറുത്. ആൻഡ് 14ാം സ്ഥാനത്തുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രോ ഹെയർ ക്യാരക്ടേഴ്സിൽ ഒരാളായ ദ റോക്കിംഗ് മ്യൂസിഷ്യൻ ബ്രൂക്ക് ആണ്. എൽബ ഫാർക്കിൽ ധാരാളം ഹൈ മൊമെന്റ്സ്, ജെൻസിപ്പിളുടെ ഭാഷയിൽ പറഞ്ഞാൽ ലിറ്ററലി ഓറ ഫാർമിംഗ്, വലിയ വലിയ ടീംസ് ഒക്കെ ആയിട്ട് ഫേസ് ടു ഫേസ് മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ആനിമിൽ കാണുമ്പോൾ ശരിക്കും ഞെട്ടും തന്നെ പറയാം. ബ്രൂക്കിനേക്കാളും 10 മടങ്ങ് പവർഫുൾ ആയ ആൾക്കാരുടെ അടുത്താണ് ഇങ്ങനെ ഫൈറ്റിന് പോകുന്നത്. ക്രൂഷ്യലായ ഒരു മൊമെന്റിൽ അഥവാ ഫൈറ്റിൽ ഒരു കൂളസ്റ്റ് അറ്റാക്ക് ഒക്കെ നടത്തുന്നുണ്ട് ആശാൻ. ആർക്കെതിരെയാണെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലർ അടിക്കും. ബട്ട് ഒരു കാര്യം ഗ്യാരണ്ടി, ബ്രൂക്കിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ബ്രൂക്ക് ഫാൻസിന് വണ്ടർഫുൾ ആയ ഒരു ട്രീറ്റ് തന്നെയുണ്ട് എൽബാഫിൽ. യു ഗൈസ് വിൽ ബി മെസ്മറൈസ്. അതേപോലെ 13ാം സ്ഥാനത്തുള്ളത് ഗോൾഡ്ബർഗ് എന്ന് പറയുന്ന ഒരു ജയന്റ് ആണ്. എൽബാവിലെ ജയന്റ് വാരിയേഴ്സിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റേഴ്സ് ഒരാളാണെന്ന് പറയാം. ഇങ്ങനെ നമ്മുടെ സാഞ്ചിനെ പോലെ തന്നെ ഒരു കുക്കാണ്. ഓൾസോ എ ഫോർമർ പൈററ്റ് മേസണറി. ഗോൾഡ്ബർഗിനും 63 വയസ്സ് തന്നെയാണ്. എക്സാക്ട്ലി പറഞ്ഞാൽ റോഡ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ധാരാളം സിമിലാരിറ്റീസ് ഉണ്ട്. ധാരാളം സ്ട്രെങ്ത് ഉള്ള റോ ആയിട്ടുള്ള ഫിസിക്കൽ പവേഴ്സ് ഒബ്റ്റെയിൻ ആക്കിയ എൽബ ജയൻസിലെ ഒരു പ്രധാനിയാണ് ഗോൾഡ്ബർഗ് എന്ന് പറയാം. അതേപോലെ ഒരു ഷീൽഡ് യൂസർ കൂടെയാണ് ഗോൾഡ്ബർഗ്. ഇവിടെയാണ് ലൈറ്റ് ആയിട്ട് എനിക്ക് ക്രാഷ് അടിക്കുന്നത്, കാരണം സാഞ്ചിയും ഒരു കുക്ക്. ഓൾസോ ലൂഫിയുടെ അഥവാ ഫ്യൂച്ചർ പൈററ്റ് കിങ്ങിന്റെ ഷീൽഡ് എന്നാണ് സാഞ്ചിനെ പോർട്രേ ചെയ്യുന്നത്. അതേപോലെ ഗോൾഡ്ബർഗും ഒരു കുക്ക്. ഓൾസോ ഒരു ഷീൽഡ് വെപ്പൺ പോലെ യൂസ് ചെയ്ത് അത് ക്യാരി ചെയ്യുന്നു. സോ ഓടെ എന്തെങ്കിലും ഹിന്റ് തരുവാണെന്ന് അറിയത്തില്ല. എനിവേ 12ാം സ്ഥാനത്തുള്ളത് നമ്മുടെ സ്ട്രോ ഹെയർ മെമ്പേഴ്സിൽ ഒരാളാണ്. യെസ്, നമ്മുടെ ഫ്രാങ്കി തന്നെ. ഗൈ സർപ്രൈസിംഗ്ലി ഈ ഫ്രാങ്കി എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നമ്മുടെ ചോട്ടാ ഭീം ലെഡ് കഴിച്ചാണ് പവർഫുൾ ആകുന്നത്, ബട്ട് ഫ്രാങ്കി കോള കുടിച്ചാണ് പവർഫുൾ ആകുന്നത്. സാധാ കോളയല്ല, സൂപ്പർ കോള. യെസ്, അങ്ങനെ ഒരു സാധനം ഈ ഒരു ആർക്കിൽ കൊണ്ടുവരുന്നുണ്ട്. ധാരാളം ജയൻസിനെ അടിച്ചു വീഴ്ത്തുന്നുണ്ടെന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രാങ്കിക്കും ഈ എൽബ ഫാർക്ക് അപ്ഗ്രേഡ് തന്നെയാണ് നൽകിയത്. ധാരാളം ബെസ്റ്റ് മൊമെന്റ്സ്, ഓൾസോ മാസീവ് ഫൈറ്റ്സ് ഫ്രാങ്കിക്കുമുണ്ട്. ഒരു പുതിയ പവർ കോമ്പാറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, കാണേണ്ടത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 11ാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കിയാൽ അതും ഒരു സ്ട്രോ ഹാറ്റ് മെമ്പർ തന്നെയാണ്. ഫിഷർമാൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള നമ്മുടെ കരാട്ടെ മാസ്റ്റർ ജീൻബെ ആണത്. ഈ ഒരു ക്യാരക്ടറും എൽബ ഫാർക്കിൽ മാസീവായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഹോളി നീറ്റ്സിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അതൊരു നിസ്സാര കാര്യമല്ല നമുക്കറിയാം. ആൻഡ് പുള്ളിയുടെ സ്ട്രെങ്ത് വെച്ച്, ഐ മീൻ ഇങ്ങനെയുള്ള പവേഴ്സ് വെച്ച് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഇവിടെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഒരു ഫോർമർ വാർലോഡാണ്, അപ്പോൾ അതിൻ്റെതായ പവേഴ്സും ജീംബയ്ക്ക് ഉണ്ട്. വന്ന് പേടി എന്ന് പറയുന്ന കാര്യം ജീംബയ്ക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. കാരണം പുള്ളിയുടെ ഒപ്പോണൻസ് അത്രയ്ക്കും ടഫാണ്. എന്നിട്ടും യാതൊരു ഭയമില്ലാതെയാണ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഭയമില്ലാന്നൊന്നും പറയാൻ പറ്റില്ല, ബട്ട് മൈൻഡ് സെറ്റ് ശരിക്കും മാറിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ടോപ്പ് 10 കടന്നു. 10ാം സ്ഥാനത്തുള്ളത് ആക്ച്വലി ഒരാളല്ല, 2 പേരാണ്. ഡോറിയൻ ബ്രോഗി. ഭയങ്കര 2 ലെജൻഡറി ക്യാരക്ടേഴ്സ് ആണ് ഇവര്. ധാരാളം വർഷങ്ങളുടെ ബാറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ്ങസ്റ്റ് ആണ് ഇവരെന്ന് പറയാം. ആൻഡ് ഈ 2 ക്യാരക്ടേഴ്സ് മുഖേനയാണ് എൽബാഫിനെ കുറിച്ചും ഇതേപോലുള്ള ജയൻസിനെ കുറിച്ചുള്ള ഇൻഫോ നമുക്ക് ആദ്യം വൺ പീസിൽ നിന്നും ലഭിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് മൊമെന്റ് ഈ ആർക്കിൽ ഇവർക്കുണ്ട്. ആക്ച്വലി മാങ്ക വായിച്ചപ്പോൾ ഞാനും ശരിക്കും ഞെട്ടിപ്പോയി. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള രീതിയിലുള്ള മൊമെന്റ് ആയിരുന്നു അത്. ആക്ച്വലി ഇവരുടെ പവേഴ്സ് വെച്ച് ദേ ഡിസർവ് മോർ, ബട്ട് ഈ ആർക്കിൽ പറ്റില്ല, കാരണം there is some other big fishes. And 9th പ്ലേസിലുള്ളത്
സെയിൻ സോമേഴ്സ് ആണ്, ഒരു ഹോളി നൈറ്റ് ആണ്, വേൾഡ് ഗവൺമെന്റിനെ സെർവ് ചെയ്യുന്ന ഫൈറ്റേഴ്സിൽ പ്രധാനിയാണ്, വെൽ കോമ്പാറ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, എൽബ ഫാർക്കിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ത്രെറ്റ് എന്ന് കണ്ണും കൂട്ടി പറയാം. പാരമീസിയ ടൈപ്പ് ഡെൽ ഫ്രൂട്ട് ആയ ഈബ നോമിയാണ് സോമേഴ്സിന്റെ ഡെൽ ഫ്രൂട്ട്. സ്കൂപ്പർ ഗബൻ ഈ ഒരു ക്യാരക്ടറിന്റെ ഹാക്കി സെൻസ് ചെയ്തപ്പോൾ ഗബൻ തന്നെ പറയുന്ന കാര്യമാണ് അബ്നോർമൽ എന്ന്. ഹോളി നൈറ്റ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ ഫൈറ്റർ ആണ്. ആക്ച്വലി ഈ ക്യാരക്ടറിന് ഒരു സാഡിസ്റ്റിക് ആയ ബിഹേവിയർ ആണ് ഉള്ളത്. ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വലിയൊരു ത്രെറ്റ് ആണ് ഈ സോമേഴ്സ് എന്ന ക്യാരക്ടർ എൽബാഫിനും സ്ട്രോ ഹാറ്റ്സിനും. എനിവേ 8th പ്ലേസിലുള്ളത് മാൻമേയർ ഗൺഗോയാണ്. ഈ എൽബ ഫാർക്കിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിൽ ഒരാളാണെന്ന് പറയാം. ജീൻ ബേയും റുക്കും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നത് പ്രധാനമായും ഗൺഗോ ആയിട്ടാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ എ ഹോളി നൈറ്റ്. ഗൺഗോയുടെ ലൈഫ് തന്നെ ഹോളി നൈറ്റ്സിന് വേണ്ടി ഡിവൈഡ് ചെയ്തെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നിയർലി 80 വയസ്സിന് എടുത്തുണ്ട്, ബട്ട് കണ്ടാ പറയത്തേ ഇല്ല. അതേപോലെ ഗോഡ് വാലി ഇൻസിഡൻസിലൊക്കെ ഇൻവോൾവ് ആയ ഒരു ക്യാരക്ടറാണ്. ഓൾസോ നമ്മുടെ ബ്രൂക്കായിട്ട് പാസ്റ്റിൽ കണക്ഷൻ ഉള്ള ഒരു ക്യാരക്ടർ കൂടെയാണ്. ബ്രൂക്കിന്റെ യങ് ഏജിൽ, അതായത് ബ്രൂക്കിന്റെ പൈററ്റ് ഏറയിൽ ഗൺഗോയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ സ്പോയിലർ ആക്കുന്നില്ല, പക്ഷേ ഈസ് എ എസ് ക്ലാസ് ഫൈറ്റർ. ആൻഡ് ഗൺഗോയുടെ ഡെൽ ഫ്രൂട്ട് ആരോ ഫ്രൂട്ട് ആണ്. ഈ ഡെൽ ഫ്രൂട്ട് വെച്ചുള്ള ഫൈറ്റ് ഒക്കെ ഈ ആർക്കിലെ മെയിൻ ഇവന്റ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പലർക്കും ടഫ് കൊടുക്കുന്നുണ്ട്, എസ്പെഷ്യലി ജീൻ ബേ ആൻഡ് ബ്രൂക്കിന്. ആൻഡ് ഇനി 7ാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് നോക്കിയാൽ അതും ഒരു ഹോളി നൈറ്റ് ആണ്. ദ നെയിം ഈസ് കില്ലിംഗാം. ആൻഡ് ഈ ആർക്കിൽ നിങ്ങൾ ചിലപ്പോൾ വെറുക്കാൻ പോകുന്ന ക്യാരക്ടർ അത് ചിലപ്പോൾ ഈ ഒരു ക്യാരക്ടർ ആയിരിക്കാം. കാരണം ചെയ്തു വെക്കുന്ന പരിപാടികളൊക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് നാക്ക് അടങ്ങിയിരിക്കത്തേ ഇല്ല. ആൻഡ് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതേപോലെ ഒരു വേൾഡ് നോബൽ കൂടെയാണ്. സോ അതിന്റെ ഒരു അഹങ്കാരം കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം. ഒരു മിത്തിക്കൽ സോവാൻ ഡെൽ ഫ്രൂട്ട് യൂസർ ആണ്. റിയു നോമി എന്നാണ് ഡെൽ ഫ്രൂട്ട് നെയിം. ആൻഡ് ഈ ഒരു ഡെൽ ഫ്രൂട്ട് തന്നെ സസ്പീഷ്യസ് ആണ് ഗൈസ്. എത്ര പേരുടെ കയ്യിലാണ് ഇതേ ഡെൽ ഫ്രൂട്ട് ഉള്ളത്? മോഡൽ മാത്രം മാറ്റുന്നതേ ഉള്ളൂ. ആൻഡ് ഈ എൽബ ഫാർക്കിലെ മെയിൻ ആന്റഗോണിസ്റ്റിന്റെ ലിസ്റ്റിൽ ഈ കില്ലിംഗാം എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്. ആൻഡ് ഇനി 6ാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് നോക്കിയാൽ ആക്ച്വലി ഇവിടെയും അതൊരാളല്ല, 2 പേരാണ്. ആരാണ് ഇനി പറയുന്നത് നോക്കിയാൽ യെസ് നമ്മുടെ 2 വിങ്സ് ആണ്, സോറോ ആൻഡ് സാഞ്ചി. എനിക്കറിയാം എല്ലാവരും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഈ റാങ്കിംഗ് ഓർഡറിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹോളി നൈറ്റ്സിനെക്കാളും ഒരു പവർഫുൾ ആണോ എന്നുള്ള ഡൗട്ടും, അതേപോലെ സോറോയും സാഞ്ചിയും ഈക്വൽ ആയിട്ടൊരു പോസ്റ്റ് ഒരു റാങ്ക് ഷെയർ ചെയ്യുന്നത് പലർക്കും ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. പക്ഷേ ഒരു പക്ഷിയുടെ 2 ചിറകിനും തുല്യ ശക്തിയായിരിക്കും. ഇനി ഒരു ചിറകിന് ബലമില്ലെങ്കിൽ ആ പക്ഷി നേരെയും പറക്കില്ല. ഞാൻ പറഞ്ഞത് ചിലർക്കെങ്കിലും മനസ്സിലാകുമെന്ന് കരുതുന്നു. ആൻഡ് ഇവരെ കുറിച്ചും ഇവരുടെ പവേഴ്സിനെ കുറിച്ചും പവർ ലെവൽ അപ്ഗ്രേഡിനെ കുറിച്ചും ഞാൻ ഓൾറെഡി എൽബാഫിന്റെ വീഡിയോയിൽ ചെറുതായി മെൻഷൻ ചെയ്തിരുന്നു. അതുകൊണ്ട് റിപ്പീറ്റ് അടിച്ച് ബോർ അടിപ്പിക്കുന്നില്ല. സോ 5ാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല, എൽബാഫിലെ മെയിൻ ക്യാരക്ടർ തന്നെ ഈ ഒരു ക്യാരക്ടറാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ ബ്രെയിൻസ് ഓഫ് എൽബാഫ്, ലോക്കി. ലോക്കിയെ കുറിച്ചുള്ള 70-80% കാര്യങ്ങളും പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ടൈം ഉള്ളപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലോക്കിനെ കുറിച്ചുള്ള ഒട്ടുമിക്ക എല്ലാ ഡീറ്റെയിൽസും ആ വീഡിയോയിലുണ്ട്, ഇൻക്ലൂഡിംഗ് ഹിസ് പവേഴ്സ്, എബിലിറ്റീസ്, ഡെൽ ഫ്രൂട്ട്, ഹാക്കി പവേഴ്സ്, എക്സെട്ര അങ്ങനെ. ആൻഡ് ഇനി 4ാം സ്ഥാനത്തുള്ളത് മറ്റൊരുമല്ല, നമ്മുടെ വൺ പീസിന്റെ MC തന്നെ, ദ ഗ്രേറ്റ് മങ്കി ഡി ലൂഫി. MC തന്നെ 4ാം സ്ഥാനത്ത്. ആൻഡ് ഈ ഒരു ലിസ്റ്റിനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ലൂഫിയുടെ ഈ പൊസിഷൻ ചേഞ്ച് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. കാരണം ലൂഫിയുടെ മാത്രം അപ്ഗ്രേഡ് ഏത് സമയത്ത് വേണമെങ്കിലും മാറിയെന്ന് വരാം. ആൻഡ് ഓൾസോ ഓരോ വാർക്ക് കഴിയുമ്പോഴും ലൂഫിയുടെ പവേഴ്സ് ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട് വരുന്നത് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഫൈനൽ സാഗ കിക്ക് ഓഫ് ആവാൻ ടൈം ആയതിനാൽ ലൂഫിയുടെ അൺസ്റ്റോപ്പബിൾ ആയ ഒരു അപ്ഗ്രേഡ് വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് 3 കടന്നു. ടോപ്പ് 3ൽ 3rd പ്ലേസിലുള്ളത് മാറ്റമല്ല, അത് പിന്നെയും ഗൺഗോ തന്നെയാണ്. യെസ്, എനിക്ക് മനസ്സിലാക്കും 8ാം സ്ഥാനത്ത് കിടക്കുന്നതും ഗൺഗോയല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ ക്യാരക്ടർ 3ാം സ്ഥാനത്തോട്ട് വരുന്നത് എന്നുള്ള നിങ്ങളുടെ ചോദ്യം ന്യായം തന്നെയാണ്. ഞാനത് മനസ്സിലാക്കുന്നു. ബട്ട് അതിനെക്കുറിച്ച് ഫുള്ള് പറയാൻ പറ്റത്തില്ല. ബട്ട് ഒരു ഹിന്റ് തരാം. ഗൺഗോയുടെ ബോഡി മറ്റൊരു പവർഫുൾ ആയ ക്യാരക്ടർ പോസസ് ചെയ്യും, ലൈക്ക് ഒരു വെസലായിട്ട് യൂസ് ചെയ്യുമെന്ന് പറയാം. സോ ആ ടൈമിൽ ഗൺഗോയുടെ പവേഴ്സ് അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് ലെവലിലോട്ട് പോകും. സോ അതുകൊണ്ടാണ് ഈ ക്യാരക്ടർ 3rd പ്ലേസിൽ വന്നത്. ആരാണ് പോസസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ സ്പോയിലർ ആകും, അതാണ് പറയാത്തത്. സോ ഗൺഗോ വിത്ത് ദാറ്റ് ക്യാരക്ടർ ഗൺഗോയുടെ റാങ്കിങ് 3rd പ്ലേസിൽ വരും. ആ ക്യാരക്ടർ പോസസ് ചെയ്യാത്ത ടൈമിൽ 8ാം സ്ഥാനത്ത് വരും. അത്രേ ഉള്ളൂ. ആൻഡ് ഇനി 2, 3 സ്ഥാനക്കാർ ആരാണ് എന്ന് നോക്കിയാൽ അതിനുള്ള ആൻസർ നിങ്ങൾ തന്നെ പറയണം. 2 ആൾക്കാരുടെയും പേര് ഞാൻ പറയാം. അവരിൽ ആരാണ് 1ാം സ്ഥാനത്ത്, ആരാണ് 2ാം സ്ഥാനത്ത് എന്ന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം. സോ ദ ക്യാരക്ടേഴ്സ് ആർ ഫിഗർലൻ ഷാംറോക്ക് ആൻഡ് സ്കോപ്പർ ഗബൻ. ഫിഗർലൻ ഷാംറോക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹോളി നൈറ്റ്സിന്റെ ലീഡർ ആണ്, വേൾഡ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സ്ട്രോങ്സ്റ്റ് വാറിയർ ആണ്. അതൊന്നും കൂടാതെ നമ്മുടെ ഷാങ്സിന്റെ ട്വിൻ ബ്രദറുമാണ്. ഷാങ്സിന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പല തരത്തിലുള്ള പവേഴ്സ് ഉണ്ട്. അപ്പോൾ ഷാങ്സിന്റെ ബ്രദറിന് എത്രമാത്രം പവേഴ്സ് ഉണ്ടാവും ജസ്റ്റ് ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് അതേപോലെ ഗബ്ബനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് ദ പൈററ്റ് റോജറിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാൻ. അതേപോലെ ഹാക്കിൽ മാസ്റ്റർ ആയിട്ടുള്ള ഗബ്ബൻ സ്റ്റിൽ സ്ട്രോങ്സ്റ്റ് ആണ്. അതേപോലെ ഗിയർ 5 ലൂഫിയോടും സോറോയുടെ ഒക്കെ ഒരുമിച്ച് ടെസ്റ്റ് ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓൾസോ ഷാങ്സിന്റെ ഒക്കെ സീനിയർ ആയിട്ട് വരും. സോ ഇവർ 2 പേർക്കും ഷാങ്സ് ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആൻസർ പറയേണ്ടത് നിങ്ങളാണ്. ഇവരിൽ ആരാണ് ഫസ്റ്റ് പ്ലേസ്, ആരാണ് സെക്കൻഡ് പ്ലേസ് എന്ന് കമന്റ് ബോക്സിൽ പറയുക. ആൻഡ് ദാറ്റ്സ് ഓൾ ടുഡേ ഗൈസ്. ഇതേപോലുള്ള ആനിമേ കണ്ടന്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ, ബൈ.